എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജമുന ഷാജു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോളുകളിൽ പലരും ചോദിക്കുന്നത് വാട്സപ്പ് ചാറ്റ് മാത്രം കണ്ടിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പെനാൽറ്റി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ വാട്സപ്പ് ചാറ്റ് ഒരു പ്രധാന തെളിവായി ഉപയോഗിക്കാം. അതായത് ഡിജിറ്റൽ എവിഡൻസ് ആയി കണക്കാക്കും. ഉദാഹരണത്തിന് കണക്കിൽ ഉൾപ്പെടുത്താത്ത വരുമാനം, ഹിഡൻ ഇൻകം, അതുപോലെ ബുക്കിൽ രേഖപ്പെടുത്താത്ത പണമിടപാടുകൾ, അൺഅക്കൗണ്ടഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, വ്യാജ ചെലവുകൾ, ഫേക്ക് എക്സ്പെൻസസ്, അതായത് വ്യാജ ബില്ലുകൾ, അതുപോലെ നികുതി വെട്ടിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടെങ്കിൽ അന്വേഷണ സമയത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അത് പരിശോധിക്കാം. എന്നാൽ ഒരു വാട്സപ്പ് ചാറ്റ് മാത്രം അടിസ്ഥാനമാക്കി പെനാൽറ്റി ചുമത്തില്ല. അധികാരികൾ ഇതോടൊപ്പം പരിശോധിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, അക്കൗണ്ട് ബുക്കുകൾ, ഇൻവോയ്സുകൾ, GST റിട്ടേണുകൾ, ഇൻകം ടാക്സ് റിട്ടേണുകൾ, മറ്റ് ഡിജിറ്റൽ രേഖ, ഇതെല്ലാം ചേർന്ന് നികുതി വെട്ടിപ്പ് തെളിഞ്ഞാൽ മാത്രമാണ് നിയമ നടപടി സ്വീകരിക്കുക. ഓർമ്മിക്കേണ്ടത് എല്ലാ വരുമാനവും കൃത്യമായി അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കണക്കിൽ ഉൾപ്പെടുത്താത്ത പണമിടപാടുകൾ ഒഴിവാക്കുക. പിന്നീട് GSTയും ഇൻകം ടാക്സ് റിട്ടേണും സമയത്ത് ഫയൽ ചെയ്യുക. മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.